ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയറിൻ്റെയും അതുപോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റ്നർ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ചെറിയ റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഇതെങ്ങനെയുണ്ട് എനിക്ക് യൂസ് ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ളൊരു ചെറിയ റിവ്യൂ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹെയർ എങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. മൊത്തത്തിലൊരു പാമ്പർ റുട്ടീൻ പോലെ ചെയ്തായിരുന്നു. നമുക്ക് എങ്ങനെ നന്നായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, കണ്ടു നോക്കൂ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തപ്പോൾ ഈ ഹെയർ സ്ട്രെയിറ്റ്നറും അതുപോലെ തന്നെ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് വന്നൊരു കമൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായിക്കോട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെയർ ഡ്രയർ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയർ. ഇത് സിസ്കയുടെ ഹെയർ ഡ്രയറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ ഒരു ഹെയർ ഡ്രയർ ഞാൻ യൂസ് ചെയ്യുന്നു. ഇതുവരെ ഇതിനകത്ത് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതെനിക്ക് കുറച്ച് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രയറാണിത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ സൈസ് ഭയങ്കര കുറവാണ്. പിന്നെ നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലിയാണ്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ 3 സ്പീഡിലുണ്ട്. അപ്പം ഒന്ന് ഹോട്ട്, ഒന്ന് കൂള്, ഒന്ന് വാം, അങ്ങനെ 3 സ്പീഡിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ മുടിയൊക്കെ നനച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഓഫീസിലും ഒക്കെ പോകണം എന്നുള്ളവർ, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർ, നിങ്ങളിപ്പോൾ രാവിലെ ഹെയറൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് അങ്ങനെയുള്ളവർക്ക്. നിങ്ങൾക്കിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഇതിൽ ഹീറ്റ് ഇല്ലാത്ത ഒരു മോഡുണ്ട്, നമുക്ക് ജസ്റ്റ് കാറ്റ് മാത്രം. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ മോഡാണ് കേട്ടോ. മറ്റുള്ളത് മറ്റേ രണ്ടെണ്ണം ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കൂടുതലും ഹീറ്റ് ഇല്ലാത്ത ഈ ഒരു കാറ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഹീറ്റ് ഇല്ലാത്ത സംഭവം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിൻ്റെ മോയ്സ്ചർ അധികം നഷ്ടപ്പെടാതെ നമ്മുടെ ഹെയറിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങളിതിൽ ഹീറ്റ് കൂട്ടിയിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിൽ കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്കിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഭയങ്കര ഈസിയാണ് കണ്ടോ. സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ മാനേജബിൾ ആണ്. നല്ല ബാഗിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 990 ആണ് കേട്ടോ. അപ്പം ഈ ഒരു റേറ്റിൽ ഇത് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലിയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മേടിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡ്രയറാണ്. ഇത്രയും വർഷം ഞാനിത് യൂസ് ചെയ്തിട്ടും ഇതിന് യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ ഇത് 1200 വാട്ടിൻ്റെ ആണ്. അപ്പം നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഹെയർ ഹെയർ ഡ്രയറാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് നല്ലൊരു ഹെയർ ഡ്രയറാണ്. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ ഇപ്പം ഡെയിലി ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ വല്ലതും നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഹെയർ ഡ്രയർ ഇപ്പോൾ എന്ത് യൂസ് ചെയ്താലും നമ്മൾ ഹീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ ഡ്രൈ ആക്കുവാണെങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഹീറ്റ് ഇല്ലാതെ കാറ്റ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഹെയറൊക്കെ ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ വയറൊക്കെ ഇതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ടൊക്കെ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഫസ്റ്റ് മോഡിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ബാറ്റ്. ഇത് ഹീറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഹെയർ ഡ്രൈ ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇതാണ് ഒരു മോഡ്. പിന്നെ മറ്റൊരു മോഡാണ്. അപ്പോൾ ഇതിലിങ്ങനെ ചെറിയ ഹീറ്റുണ്ട്. സ്പീഡ് കുറച്ചുകൂടെ കുറവാണ്.
മൂന്നാമത്തെ മോഡ് സ്പീഡും കൂടുതലാണ്, ഹീറ്റും കുറച്ചുകൂടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 സ്പീഡിലാണ്. അപ്പോൾ അതിൽ വരുന്നതെന്ന് പറയുന്നത് കൂളുണ്ട്, വാമുണ്ട്, ഹോട്ടുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മോഡ് സെലക്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയർ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഹെയർ സ്ട്രൈറ്റ്നർ നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്ട്രൈറ്റ്നർ, ഫിലിപ്സിൻ്റെ സെൽഫി ഹെയർ സ്ട്രൈറ്റ്നർ. ഇത് ഭയങ്കര ചെറിയ സൈസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിന് ഇതെനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിലിങ്ങനെ സെറാമിക് കോട്ടിംഗ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹെയറിൽ ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്തോളും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഒരുപാട് ഇങ്ങനെ ഹീറ്റായി ഡാമേജ് ആകാതുള്ളൊരു പ്രൊട്ടക്ഷനും ഇതിലുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്ത് കൂടിയ ബ്രാൻഡായാലും ഹെയർ സ്ട്രൈറ്റ്നർ എപ്പോഴും യൂസ് ചെയ്യുന്നത് മുടിക്ക് നല്ലതല്ല. അത് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 3-4 തവണയൊക്കെ നമ്മൾ ഹെയർ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയെ ഡാമേജ് ആക്കും, മുടി പൊട്ടിപ്പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ഹെയർ സ്ട്രൈറ്റ്നർ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതിന് വേണ്ടിയിട്ടല്ല ഇത് വാങ്ങിച്ച്. ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകണമെങ്കിലോ, ഇപ്പോൾ ഹെയർ ഒന്ന് ഫ്രണ്ടിലേക്കൊക്കെ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഹെയർ ഇതാണ് എൻ്റെ ഒറിജിനൽ ഹെയർ കണ്ടോ, കുറച്ചൊരു ബേബി ഹെയർ ആണ്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ വളഞ്ഞും ഒക്കെ കിടക്കും. ഇതാണ് ഡ്രൈ ആകുമ്പോൾ ഉള്ള എൻ്റെ ഒരു ഹെയർ. ഇത് ഷാമ്പു ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഇതിലും കുറച്ചുകൂടെ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നി ഇടാറുണ്ട് മുടി. അപ്പോൾ അതനുസരിച്ച് ഇതിങ്ങനെ വളവും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിന്നി ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വളവ് കണ്ടോ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കെട്ടി വയ്ക്കുന്നതിനനുസരിച്ച് മുടിക്ക് ഓരോ ദിവസം ഓരോ മാറ്റങ്ങളായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിടണമെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിടണമെങ്കിലോ, അങ്ങനത്തെ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുടി എന്ന് പറയുന്നത് കുറച്ചൊരു സോഫ്റ്റ് ഹെയർ ആണ്. അപ്പോൾ എനിക്കിത് ഒറ്റത്തവണ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് വരാറുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാറ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഹെയർ സ്ട്രെയിറ്റ്നർ എങ്ങനെയാണ് യൂസ് ചെയ്തെന്നുള്ളത് കാണിച്ചു തന്നായിരുന്നു. ഇപ്പോൾ ഞാനത് മുടി സെറ്റ് ചെയ്ത് ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുടി എങ്ങനെയാണ് സെറ്റ് ചെയ്തിടുന്നതെന്ന് ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു. ഹെയർ വാഷ് ചെയ്ത് എന്താ പറയുക ഒരു ക്രീമൊക്കെ ഇട്ട് അതിനുശേഷം സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എൻ്റെ ഹെയർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഹെയർ സ്ട്രെയിറ്റ്നറിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90 to 210C ആണ്. അപ്പോൾ ഈ 210C എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് പവർ ഓൺ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇതൊരു 60 സെക്കൻഡ് കൊണ്ടിട്ട് ഇത് ചൂടാവും. നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലേക്ക് വരും. 60 സെക്കൻഡ് മതി. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് നേരെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് എത്ര നേരം നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ എത്ര നേരം ലാസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യമുണ്ട്. ഇത് എൻ്റെ ഒരു ഹെയറിൻ്റെ കാര്യം, അതായത് ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു സോഫ്റ്റ് ഹെയർ ആണ്. അപ്പോൾ എനിക്കിത് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നവരെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ചെറിയൊരു വളവ് വീഴുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ പഴയ കണ്ടീഷനിലേക്ക് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു കണ്ടീഷനിലേക്ക് പോകാറില്ല. അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കും ഞാനിത് വാഷ് ചെയ്യുന്നവരെ. ഇനി പക്ഷെ ഇവർ പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഒരു കേളി ഹെയർ ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ റഫ് ഹെയർ ഒക്കെ ആണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 മണിക്കൂർ വരെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. അത് കഴിഞ്ഞാൽ പോവും. ഓക്കെ, പിന്നെ ഇത് പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ്നർ അല്ല, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ മുടിയെ സ്ട്രെയിറ്റ് ചെയ്ത് നിർത്തത്തില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ മുടിക്ക് നമ്മുടെ മുടിയുടെ ഒരു ടൈപ്പ് അനുസരിച്ചിരിക്കും. കുറച്ച് സോഫ്റ്റ് ഹെയർ ആണ്, ചെറിയ ബേബി ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്കിത് ഒറ്റ തവണ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ടൈം നമുക്ക് ആ ഹെയർ വാഷ് ചെയ്യുന്നത് വരെ നന്നായിട്ട് തന്നെ കിടക്കും. ചെറിയതായിട്ടൊന്ന് വേവ് ആവുന്നെങ്കിലേ ഉള്ളൂ. അത് പക്ഷേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കിടക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കേളി ഹെയർ ഉള്ളവരാണ്, കുറച്ച് റഫായിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊരു 2-3 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളു. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1076 കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു ഇത് നല്ലതാണ്. അത്യാവശ്യം നമ്മുടെ ആവശ്യം നടക്കുന്ന ഒരു സ്ട്രെയിറ്റ്നറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കേൾ ചെയ്തിടണമെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് മുടി ഇങ്ങനെ കേൾ ചെയ്തിടത്തില്ലേ, അതിനും ഇത് നല്ലതാണ്. അപ്പം നമ്മുടെ അത്യാവശ്യം ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഹെയർ സ്ട്രെയിറ്റ്നർ ആണെങ്കിലും എപ്പോഴും
മുടിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. പിന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതും ഒരു കെമിക്കൽ തന്നെയാണ്. അതും എപ്പോഴും മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് മുടി ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ ഒന്ന് കാണിച്ചു തരാം. അന്ന് നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി ഡെമോ നമ്മൾ ചെയ്ത് കാണിച്ചായിരുന്നു. ഞാൻ എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓക്കെ. അപ്പോൾ ഇവിടെ പവർ ഓൺ ആക്കാനുള്ള ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ലൈറ്റ് ഇങ്ങനെ കത്തും. അപ്പോൾ ഒരു 60 സെക്കൻഡ് കൊണ്ട് ഇത് ഹീറ്റാവും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ ഹീറ്റായിട്ടുണ്ട്. ഇനി കുറച്ചൊരു ചെറിയ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇതെന്തായാലും കണ്ടോ ഇങ്ങനെ കുറച്ച് വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചൂടൊക്കെ വരുവേ, ആവിയൊക്കെ പോകുന്നുണ്ട്. കണ്ടോ. അപ്പം എനിക്കിത് ഒറ്റ ഇതിൽ തന്നെ സ്ട്രെയിറ്റ് ആവുന്നുണ്ട് കണ്ടോ എൻ്റെ ഹെയറിന്. ഇത് കണ്ടില്ലേ, ഞാൻ ഒറ്റ പിടി പിടിച്ചതേ ഉള്ളൂ. കണ്ടോ, അത് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. കണ്ടോ, ഇപ്പം നിങ്ങൾ നല്ല കേളി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 1-2 തവണയൊക്കെ ചിലപ്പോൾ പിടിക്കുമ്പോഴത്തേക്കും ഫുൾ സ്ട്രെയിറ്റ് ആവുമായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിപ്പോൾ എൻ്റെ ഹെയറിൽ ചെയ്യുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ മുടിയിലിപ്പം ഒറ്റ തവണ പിടിച്ചപ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സൈഡിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു സൈഡിൽ മാത്രം ആക്കണ്ട, ഈ സൈഡും കൂടെ ചെയ്തേക്കാം. അപ്പോൾ ദേ കണ്ടില്ലേ, നല്ല കിണ്ണം കാഴ്ചതുപോലെ മുടി സ്ട്രെയിറ്റ് ആയിട്ടില്ലേ. ഒറ്റ തവണയെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഒറ്റ തവണ മുടിയിൽ അത് ഓടിച്ചിട്ടുള്ളൂ. കണ്ടോ. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു സ്ട്രെയിറ്റ്നറാണിത് സംഭവം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കുക. ഇതായാലും എപ്പോഴും യൂസ് ചെയ്യല്ലോ. അധികം പ്രത്യേകം പറയാം, എപ്പോഴും യൂസ് ചെയ്താൽ മുടി ഡാമേജ് ആവും. കാരണം ഹീറ്റല്ലേ, ഇപ്പം നമ്മുടെ മുടിക്ക് ഒരു ഹീറ്റ് കൊടുത്തിട്ടാണ് നിവർത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അല്ലെങ്കിൽ അത്യാവശ്യം ജസ്റ്റ് ഫ്രണ്ടിലത്തെ മുടിയൊക്കെ ഒന്ന് ഇടണോ, ഒന്ന് സ്റ്റൈൽ ചെയ്യണോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നമ്മൾ ഗേൾസിൻ്റെയൊക്കെ കയ്യിൽ കാണേണ്ട ഒരു സാധനമാണ്. ഗേൾസ് മാത്രമല്ല ബോയ്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാണേണ്ട ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ. ഹെയർ ഡ്രയർ ആയാലും ഹെയർ സ്ട്രെയിറ്റ്നർ ആണെങ്കിലും നമുക്ക് എപ്പോഴാണ് മുടിയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് നമുക്ക് പുറത്തൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഒന്ന് റെഡി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ, അതായത് ഹെയർ സ്ട്രെയിറ്റ്നറിൻ്റെയും ഹെയർ ഡ്രയറിൻ്റെയും 2ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കല്ലേ. പിന്നെ എന്തെങ്കിലും സജസ്റ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും പറയാം, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതും ഒരാൾ കമൻറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.